എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. വളരെ കുറഞ്ഞ വിലയിലാണ് ഞാനിത് എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ ഒരു വിലയിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ഓർക്കിഡാണ്, ഡബിൾ കളറാണ് കേട്ടോ. ഇത് നമ്മുടെ അടുത്തിപ്പോൾ അവൈലബിളാണ്. ഇതിൻ്റെ തൈകളൊന്നും നമ്മളുടെ അടുത്ത് ഒരുപാടൊന്നും അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾക്കിപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ നമ്മളൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കും. അപ്പോൾ കുറച്ച് തൈകളായി നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ ഇത് യെല്ലോ ആണ് കേട്ടോ. അത് ഒരുപാടില്ല നമ്മളുടെ അടുത്ത്, ഇപ്പം ഉണ്ടായി വരുന്നുള്ളൂ. എന്നാലും അതിൽ കുറച്ച് തൈകളുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. പിന്നെ ഈ ചട്ടിയിൽ കാണുന്ന ഓർക്കിഡിൻ്റെ തൈകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യണില്ല കേട്ടോ. തൈകൾ കുറേ ഉണ്ട്, പക്ഷെ അത് പൂത്തിട്ടില്ല. അപ്പോൾ നമുക്കത് ഏത് കളറാണെന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പൂവൊക്കെ വന്നതിന് ശേഷം നമുക്കിനി അത് സെയിലിന് ഇടാം. ഇനി എൻ്റെ അടുത്ത് ഈ ഓർക്കിഡിൽ തന്നെ വൈറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അതിനി വേറൊരു വീഡിയോയിൽ ഇടാം. ഈ ചട്ടികളിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ തൈകൾ മാറ്റി വെക്കുന്നത്. ഇതെൻ്റെ കയ്യിലുള്ളൊരു മോർണിംഗ് ഗ്ലോറിയുടെ ഒരു ഇനമാണ്. പല ഇനങ്ങളും ഉണ്ട് മോർണിംഗ് ഗ്ലോറി. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ഇതാണ്. ഒരു ചെറിയ തൈയായിരുന്നു കേട്ടോ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചത്. ഇത് പിടിക്കുന്ന വരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കൊടുന്നപ്പോഴൊക്കെ അങ്ങനെ ഒരു ഇതില്ലാതെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കൊടുന്ന് വെച്ച് നന്നായി ഒക്കെ നോക്കിയപ്പോൾ അത് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ചില ദിവസം ഇല കാണാതെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള പൂക്കളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അധികം നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇതിന്മേ. ചില സമയത്ത് എത്രയേ പൂക്കളാണ്, നല്ല ഇല കാണാത്ത പോലെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇത് ഒരു തൈ വെച്ചാൽ തന്നെ നിറച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും കേട്ടോ. പല സ്ഥലത്ത് പല പോലെ പറയുക. ഇത് ഞാൻ ഒരു ചെറിയ കട്ടിങ്സ് വെച്ചതാണ് കേട്ടോ. അതിൽ നിന്നാണ് ഇത്രയും തൈകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടായിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയാണ്. ഇത് വേഗം വേഗം ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പച്ച എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് നമ്മൾ പ്രിൻസ് എന്നൊക്കെ പറയും. വീട്ടിലൊക്കെ ഭംഗിക്കൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് നല്ല ഒരു ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് വലുതാക്കി നിർത്തിയിട്ടുള്ള തൈകളാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇപ്പം നമ്മൾ ഈ സെയിൽ വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് കരിമ്പച്ചയിൽ നല്ല മഞ്ഞ അങ്ങനെ കുത്ത് കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഇത് തൈയാണല്ലോ, ഇനി ഇത് വലുതായി വരും തോറുമാണ് മഞ്ഞ കൂടുതലായിട്ട് വരിക. ഇത് ഡ്രസ്സിനയുടെ വെറൈറ്റി പെട്ട ഒരു ചെടിയാണ് കേട്ടോ. നമ്മളിത് ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എപ്പോൾ ഇത് സെയിലിനിട്ടാലും ഒരുപാട് കൂട്ടുകാർ മേടിക്കാറും ഉണ്ട്. അപ്പം ഞാൻ ഇത് കുറേ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ആവശ്യപ്പെട്ടിട്ട് ആൾക്കാർക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഇൻഡോറായിട്ട് വെക്കാനായാലും ഔട്ട്ഡോറായിട്ട് വെക്കാനായാലും വളരെ നല്ല ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് അലേറിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള പ്ലാന്റ്സൊക്കെ അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ളതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ബുഷായിട്ട് വരും. നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ റൗണ്ടാക്കി നിർത്താം കേട്ടോ. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരു തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന പോലെ നിറച്ച് പൊട്ടിയിട്ട് ആ ചട്ടി നിറയെ ഉണ്ടാവും. കാര്യമായിട്ട് വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ തൈ തന്നെയാണ് കേട്ടോ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ഉണങ്ങിയ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മളത് മാറ്റി വെക്കുമല്ലോ തൈകളൊക്കെ നിറഞ്ഞാൽ. അപ്പോഴേ പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇത് സൺസെറ്റ് ബെല്ലാണ് കേട്ടോ. ഇത് ഒരു കിഴങ്ങിൽ പൊട്ടി ഉണ്ടാവുന്ന ചെടിയാണ്. ഇതിൽ 2 കളറിലാണ് പൂക്കൾ ഉണ്ടാവുക. ഈ ഓറഞ്ചിലും മഞ്ഞയിലും ആയിട്ടാണ് ഉണ്ടാവുക. ഇത് കുറേ നിൽക്കുകയും ചെയ്യും. ഇത് അപ്പം തന്നെ അങ്ങോട്ട് പോകുമൊന്നുമില്ല. പിന്നെ ഇത് ഒരു തയ്യമെന്നാണ് ഈ നിറച്ച് പൊട്ടി ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കിഴങ്ങിൽ പൊട്ടി ഉണ്ടാവുന്നതാണെന്ന്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നിറഞ്ഞുണ്ടാവുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചേമ്പ് വർഗ്ഗട്ട, കലേഡിയം വർഗ്ഗത്തിൽ പെട്ടതാണ്. ഏതാണെന്ന് എനിക്ക് അത്ര പേര് അറിയില്ല. ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് കേട്ടോ. കാര്യമായിട്ട് വലിയ പരിചരണമൊന്നും ഇതിന് വേണ്ട. ഈ പറഞ്ഞ പോലെ ഒരു തൈ വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് തൈകൾ ഉണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത് ഈ പ്ലാന്റ്. ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട്.
കണ്ടില്ലേ, ഇപ്പം ഇത് ചട്ടിയിൽ നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇതിപ്പോൾ ചട്ടി മാറ്റി നമ്മൾ തൈകളൊക്കെ വേറെ വേറെ വെക്കും. ഒറ്റ തൈ വെച്ചതാണ് കേട്ടോ. ഇത് ഡ്രസീനയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മളുടെ അടുത്ത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സും കട്ടിങ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ കട്ടിങ്സ് വെച്ചാലും പിടിക്കും, അങ്ങനത്തെ പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ചട്ടിയിൽ നിറഞ്ഞ് നിൽക്കുന്നത് ഒന്ന് വെച്ചാൽ മതി, നിറഞ്ഞുണ്ടാവും. കാര്യമായിട്ടുള്ള വലിയ പരിചരണം ഒന്നും വേണ്ട. ഇത് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കുറേ ഇലകളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ കളറ് ഇലയുണ്ടാവും. ഇത് ആദ്യത്തെ ചുവപ്പ് മാറി വരുന്നതാണ്. ഇത് തളിരായിട്ട് വരുമ്പോൾ ഈ കളർ അതിനുണ്ടാവുക. എപ്പോഴും ഈ റോസാണ് ഇതിന് മെയിനായിട്ട് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവുക. ഇത് ഒരു കലേഡിയത്തിൻ്റെ വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. ഇത് ഒരുപാട് വലുതായി പോണതല്ല, പക്ഷേ ഒരു ചെറിയ തൈ വെച്ചാൽ നിറച്ച് ബുഷിയായിട്ട് ഉണ്ടായി വരുന്നതാണിത്. പെട്ടെന്ന് പൊട്ടി ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ടൈം ആകുമ്പോഴേക്ക് ഇത് നിറച്ചായിട്ട് ഉണ്ടാവും. കണ്ടില്ലേ ഈ ചട്ടിയിൽ? ഇത് ഞാൻ വളരെ ചെറിയ ഒരു തൈ വെച്ചതാണ് കേട്ടോ. ഇതിന് ഇലയ്ക്കൊക്കെ അടിയിലൊരു ബ്രൗൺ വയലറ്റ് കലർന്ന ഒരു ബ്രൗണാണ് ഈ കലേഡിയത്തിന് വരുന്നത്. ഇതിൻ്റെ കുറച്ച് തൈ നമ്മളടുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് പിങ്ക് ആന്തോറിയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഒരുപാട് ചെറുതൊന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ഒരു സെയിൽ വീഡിയോ ഇട്ടതിൽ ചെറിയ തൈകളൊക്കെ ആൾക്കാർ മേടിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ മദർ പ്ലാന്റ് പോലത്തെ മദർ പ്ലാന്റ് ആയി തുടങ്ങിയിരിക്കുന്ന പൂക്കാനായതാണ്. അതാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഇതൊരു കാണാൻ ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ്. ഇതിനെനിക്ക് പേര് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഇത് പിടിക്കാനൊരിത്തിരി ബുദ്ധിമുട്ടാണ്. വല്ലാതെ വെള്ളക്കെട്ടുള്ളടത്ത് വെച്ചാൽ അത് പിടിക്കില്ല, അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ പിടിച്ച് കിട്ടിയത് ചട്ടിയിൽ നിറഞ്ഞുണ്ടായി വരും. പിന്നെ ബുഷായിട്ടാണ് ഉണ്ടാവുക, ഒരുപാട് ഉയരം വെക്കുന്നതല്ല കേട്ടോ. ഇത് വെരിഗേറ്റഡ് മിൽക്കി ബാമ്പു ആണ് കേട്ടോ. ഇത് നമുക്ക് ബുഷായിട്ടും വെട്ടിക്കൊടുത്തിട്ട് വളർത്താം, നല്ല ഉയരത്തിലും നമുക്ക് ഇത് വളർത്താം കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ചട്ടിയിൽ നിറച്ചായിട്ട് ഉണ്ടാവണതാണ്. നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തൈകൾ നിറയെ ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തിൽ ഉണ്ടാവണത് തന്നെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണിത്. ഇത് കൂട്ടം കൂടി നിൽക്കുമ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇത് ഇരുമ്പമ്പുളി, നമ്മൾ മീൻ കറിയിലൊക്കെ ഇട്ട് വയ്ക്കണ ആ ഒരു പുളിയാണിത്. ഇതിൻ്റെ തൈകൾ വലിയ ഇരുമ്പാമ്പുളിയാണ് കേട്ടോ, ചെറുതല്ല. ഇതിൻ്റെ തൈകൾ നമ്മളുടെ അടുത്ത് ഇപ്പം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ചെടികളിൽ ഏതെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.